രാത്രി ഒട്ടും ഉറക്കം വരാത്ത വിഘ്നേഷിന് ഒരാൾ ഒരു പ്രത്യേകതരം ഗുളിക കൊടുക്കുന്നു. ഇത് കഴിച്ചാൽ നല്ല ഉറക്കം മാത്രമല്ല, നീ ആഗ്രഹിക്കുന്നത് എന്താണോ അത് സ്വപ്നമായിട്ട് കാണാനും പറ്റും എന്നും കൂടി പറഞ്ഞു. അങ്ങനെ അതൊന്ന് കഴിച്ചു നോക്കാമെന്ന് തീരുമാനമെടുക്കുന്നു. കഴിച്ചതും പെട്ടെന്ന് തന്നെ ഉറക്കം വന്നു. ഇവിടെ ഒരാൾ ഒരു വലിയ സ്റ്റാറിനെ ലൊക്കേഷനിലോട്ട് കൂട്ടിക്കൊണ്ടു പോകുന്നു. ബാക്കി ആർട്ടിസ്റ്റുകളെല്ലാം അയാളെ വളരെ ആരാധനയോടെയാണ് കാണുന്നത്. ആ താരം വേറെ ആരുമായിരുന്നില്ല, നമ്മുടെ വിഘ്നേഷ് ആയിരുന്നു. ഒരു വലിയ സിനിമാ നടനാവണമെന്നാണ് അവന്റെ ആഗ്രഹം. ആ ആഗ്രഹമാണ് അവൻ സ്വപ്നമായിട്ട് കണ്ടത്. ഒരു വട്ടം ആ ഗുളിക കഴിച്ചപ്പോൾ തന്നെ അവനവന്റെ ആഗ്രഹം റിയൽ ആയിട്ട് സംഭവിച്ചതുപോലെ തോന്നി. അങ്ങനെ അവൻ വീണ്ടും വീണ്ടും ആ ഗുളിക കഴിച്ചുകൊണ്ടേയിരുന്നു. ആക്ടർ ആവാനുള്ള സ്വപ്നം കണ്ടുകൊണ്ടേയിരുന്നു. ഡ്രീം ലൈഫിൽ ഒരു ആക്ടർ ആണെങ്കിലും റിയൽ ലൈഫിൽ അവന് തിയേറ്ററിൽ ലൈറ്റ് അടിക്കുന്ന ജോലിയാണ്. അതുകൊണ്ട് തന്നെ പ്രേമം, കുടുംബം, കുട്ടികൾ ഇതൊന്നും അവൻ ചിന്തിച്ചിട്ടേ ഇല്ലായിരുന്നു. ഒരു പെൺകുട്ടിയെ കണ്ടുമുട്ടുന്നത് വരെ മേടിച്ച സാധനങ്ങൾ താഴെ വീണ അവളെ അവൻ സഹായിച്ചു. പക്ഷേ അവന്റെ ലുക്കും ഡ്രസ്സും ഒന്നും അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ആർക്കും വേണ്ടാത്ത ഒരു താങ്ക്സ് പറഞ്ഞിട്ട് അവങ്ങ് പോയി. അവൻ വിടാൻ തയ്യാറായിരുന്നില്ല. കുടുംബക്കാരോട് പറഞ്ഞ് അവളെ കല്യാണം ആലോചിച്ച് ചെന്നു. തിയേറ്ററിൽ ലൈറ്റ് അടിക്കുന്ന ജോലിയാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും കല്യാണത്തിനുള്ള അവളുടെ ഇൻട്രസ്റ്റ് പോയി. പക്ഷെ അവന്റെ ഡ്രീം ലൈഫിലുള്ള ആ സൂപ്പർ സ്റ്റാറിനെ തേടി സുന്ദരിയായ പെൺകുട്ടികൾ അടുത്തേക്ക് ചെല്ലും. അവന്റെ ആ ഡ്രീം ലൈഫിലും പ്രേമിക്കുന്നത് ദിവ്യ എന്ന പെൺകുട്ടിയെ തന്നെയാണ്. കാര്യം ആദ്യ നോട്ടത്തിൽ തന്നെ വിഘ്നേഷിന് അവളെ ഭയങ്കരമായി ഇഷ്ടപ്പെട്ടിരുന്നു. റിയൽ ലൈഫിൽ തന്നെ എന്ത് കാരണം കൊണ്ടാണ് റിജക്ട് ചെയ്തത് എന്നറിയാൻ വേണ്ടി വിഘ്നേഷ് ദിവ്യ വർക്ക് ചെയ്യുന്ന ഹോട്ടലിലേക്ക് പോയിരുന്നു. ഇവിടെ ഞാൻ ഓർഡർ ചെയ്യുന്ന ഏതെങ്കിലും ഫുഡിന്റെ പൈസ കൊടുക്കാൻ തന്നെ കൊണ്ടാകുമോ എന്ന് അവൾ അവനെ കളിയാക്കി ചോദിച്ചു. അപമാനിക്കപ്പെട്ട അവൻ കയ്യിലുണ്ടായിരുന്ന പൈസ അവിടെ വെച്ചിട്ട് ഇറങ്ങിപ്പോയി. പക്ഷെ ആ ഡ്രീം ലൈഫിൽ ദിവ്യയെ സന്തോഷിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ സൂപ്പർ സ്റ്റാറായ വിഘ്നേഷ് ചെയ്യുന്നുണ്ട്. നിന്നെ പോലെ സൗന്ദര്യവും പണവുമുള്ള ഒരാളെ കല്യാണം ആലോചിച്ച് വന്ന ഞാനൊരു വിഡ്ഢിയാണ്. നിനക്ക് ചേർന്ന ഒരു പയ്യനെ അല്ല ഞാൻ, സോറി എന്നൊക്കെ പറഞ്ഞിട്ട് റിയൽ ലൈഫിൽ വിഘ്നേഷ് വിഷമിച്ച് പോകുന്നത് കണ്ടപ്പോൾ അവനെ അങ്ങനെ കളിയാക്കേണ്ട ആവശ്യമില്ലായിരുന്നു എന്ന ചിന്ത ദീപയ്ക്ക് വന്നിരുന്നു. തന്നെ പെണ്ണുകാണാൻ വന്ന ബാക്കിയുള്ള ചെറുക്കന്മാരുടെ സംസാരം കേട്ടപ്പോഴായിരുന്നു വിഘ്നേഷ് എന്തുമാത്രം ബെറ്റർ ആണെന്ന് അവർക്ക് മനസ്സിലായത്. നേരെ അവന്റെ അടുത്തേക്ക് പോയി തന്റെ പാർട്ണറെ കുറിച്ചുള്ള സങ്കല്പങ്ങൾ ദിവ്യ അവനോട് പറഞ്ഞു കൊടുത്തു. വെൽ ഡ്രസ്ഡ് ആയിരിക്കണം, ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിഞ്ഞിരിക്കണം. റിയൽ ലൈഫിൽ ദിവ്യയ്ക്കായിരുന്നു ഇങ്ങനത്തെ സങ്കല്പങ്ങളെങ്കിൽ ഡ്രീം ലൈഫിൽ അത് സൂപ്പർ സ്റ്റാർ വിഘ്നേഷിനായിരുന്നു. കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണ് അഭിനേത്രിയാകാൻ പാടില്ല എന്നൊരു സങ്കല്പം അവനുണ്ടായിരുന്നു. പക്ഷെ അവനോട് പറയാതെ അവളൊരു ആൽബത്തിൽ അഭിനയിക്കാൻ പോയത് വിഘ്നേഷിന് ദേഷ്യവും വെറുപ്പും ഉണ്ടാക്കി. തന്റെ ഹസ്ബൻഡ് നന്നായി ഇംഗ്ലീഷ് സംസാരിച്ചിരിക്കണം എന്ന് കരുതി വിഘ്നേഷിനെ കുറെ സായിപ്പന്മാരുടെ കൂടെ സ്ഥലങ്ങൾ കാണാൻ വേണ്ടി അവൾ പറഞ്ഞു വിട്ടു. അവരുടെ ഭാഷ മനസ്സിലാവാത്തത് കൊണ്ട് വണ്ടിയിൽ കയറിയ സമയം തൊട്ടേ അവനൊരു തമിഴ് പാട്ടും പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ കറക്കൊക്കെ കഴിഞ്ഞ് അവനും ആ മദാമകളും തിരിച്ച് റിസോർട്ടിലേക്ക് വന്നു. വിഘ്നേഷ് എല്ലാ ഇംഗ്ലീഷ് വാക്കുകളും പഠിച്ചുകൊണ്ടായിരിക്കും വരുന്നെന്ന് വിചാരിച്ച ദീപയ്ക്ക് തെറ്റി. ആ മദാമകൾ ഇപ്പോൾ അസലായിട്ട് തമിഴ് സംസാരിക്കും. അന്നേ ദിവസം തന്നെ വിഘ്നേഷ് വർക്ക് ചെയ്യുന്ന തിയേറ്ററിന്റെ ഓണർ മരിച്ചു. റിയൽ ലൈഫിൽ എന്ത് സംഭവിച്ചാലും അത് ഡ്രീം ലൈഫിലും സംഭവിക്കുമെന്ന് കരുതി സൂപ്പർ സ്റ്റാർ വിഘ്നേഷ് ദൂരനെ അങ്ങകറ്റി. തന്റെ ലൈഫ് കൂടെ നിൽക്കുന്നവർക്ക് വരെ ആപത്താണെന്ന് കരുതി അവൻ ചാടി ആത്മഹത്യ ചെയ്തു. അങ്ങനെ കോമയിലുമായി. അപ്പോഴാണ് വിഘ്നേഷിന്റെ പഴയൊരു ഇന്റർവ്യൂ ദിവ്യ കാണാനിടയാവുന്നത്. അതിൽ അങ്ങനെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് ഇന്റർവ്യൂവർ ചോദിച്ചപ്പോൾ, എന്റെ സ്വപ്നത്തിൽ ഞാൻ തിയേറ്ററിൽ ലൈറ്റ് അടിക്കുന്ന ഒരു പയ്യനാണ്, കൂടെ ഒരു സാധാരണ ജീവിതവും. അയാൾ റിയൽ ലൈഫിലെ വിഘ്നേഷിന് കൊടുത്ത അതേ മരുന്ന് ഡ്രീം ലൈഫിലെ സൂപ്പർ സ്റ്റാർ വിഘ്നേഷിനും കൊടുത്തിരുന്നു. അവൻ കോമയിൽ നിന്ന് തിരിച്ച് ജീവിതത്തിലേക്ക് വന്നപ്പോഴായിരുന്നു തിയേറ്ററിൽ ലൈറ്റ് അടിക്കുന്ന ആ പയ്യനായിരുന്നു അവന്റെ ഡ്രീം എന്ന് മനസ്സിലായി.